ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പാക്കറ്റ് പാലും കുറച്ച് പഞ്ചസാരയും ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കടകളിൽ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പാത്രം എടുക്കുന്നവരെ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റീലിൻ്റെ പാത്രം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റീലിൻ്റെ പാത്രമാകുമ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ നോൺ സ്റ്റിക്ക് അല്ലാത്ത വേറെ ഏത് പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് കുറുകി വരണം. ഒരു 1/2 ലിറ്റർ പാലിന് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡൊക്കെ കിട്ടും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് തന്നെ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ കുറച്ച് തിക്കായി വരുന്നത് കണ്ടോ? തിക്കായി വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടിയിട്ട് തിക്കായി കിട്ടണം. നമ്മളിങ്ങനെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടകളിൽ വാങ്ങുന്ന അതേ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കടകളിൽ പോയി വാങ്ങേണ്ട ചിലവും കുറവാണ്, വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഒരു പിഞ്ച് മതിയാവും, അതിൽ കൂടുതൽ വേണ്ട. കാരണം ഇതിൻ്റെ ഒരു കുത്തൽ വരും. അതുകൊണ്ട് ഒരു പിഞ്ച് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇതിൽ ബേക്കിംഗ് സോഡ ചേർത്ത പാട് ഇത് നന്നായി ഒന്ന് പത വരും. പിന്നെ ഇത് കുറച്ച് ലൂസും ആവും. അത് നമ്മൾ കാര്യമാക്കേണ്ട, അത് കുറച്ച് കഴിഞ്ഞാൽ അത് ശരിയാവും. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയം നമുക്കിത് കുറച്ച് മിൽക്ക് മെയ്ഡിനെക്കാളും കുറച്ചൊരു ലൂസിലാണ് വേണ്ടത്. കാരണം ഇതൊന്ന് തണുക്കുന്നേരം കുറച്ചും കൂടി ഒന്ന് തിക്കായി മിൽക്ക് മെയ്ഡിൻ്റെ സെയിം ആയി കിട്ടും. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടകളിൽ കിട്ടുന്ന അതേ സെയിം മിൽക്ക് മെയ്ഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.